ഓടുന്നായിക്ക് തോന്നുന്നത് സ്മോക്കിംഗ് ഈസ് ഹാംഫുൾ അല്ലേ? അതിങ്ങനെ എഴുതി കാണിക്കും. അതിന്റെ പാക്കുമലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് മാത്രം നമ്മൾ നോക്കൂല. പുകവലിക്കൽ ഹറാമാണ് എന്ന് പറയാൻ ഉലമാ പറയാൻ കാരണം അത് ശരീരത്തിൽ ലങ് ക്യാൻസർ ഉണ്ടാകാൻ കാരണമാണെന്ന് സെർട്ടൺ അല്ലേ, ഉറപ്പല്ലേ? ശ്വാസകോശത്തിന് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ സ്മോക്കിൽ ഉപയോഗിക്കുന്ന സാധനം. അതിന്റെ മറ്റു വിഷയങ്ങളൊക്കെ ശരീരത്തിന് ഹാംഫുൾ, ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. അങ്ങനെ വന്നാൽ ഒരു ഹറാം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കുറ്റകരമാണ്. അപ്പൊ തിന്മയിൽ നിലനിൽക്കുന്നവൻ, ചെറുദോഷം സ്ഥിരമായി ചെയ്യുന്ന ആള് വൻദോഷം ചെയ്യുന്നവൻ ഫാസിഖുകളിൽ പെടുമെന്നാണ്. അപ്പൊ ശ്രദ്ധിക്കണം. അതൊക്കെ ഒഴിവാവാനുള്ള ഈ റിഹാബിലിറ്റേഷനൊക്കെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ. എന്തെല്ലാം രീതിയിൽ പെട്ടെന്ന് ഒഴിവാക്കി കിട്ടും. മുമ്പത്തെ പോലെ ഒന്നല്ല, അതിനുള്ള പല മെഡിസിനും കൂടെ പുറത്തൊക്കെ ഉണ്ട്. പിന്നെ താടി വടിക്കുന്ന ആള് ഫാസിഖാകുമോ? അപ്പോ താടി വടിയെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം കറാഹത്തു തഹരീമിൻ, കറാഹത്താണ്, പക്ഷെ ഹറാമിന്റെ കുറ്റാണ് എന്നാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ നല്ലതാണ്, ചെയ്താൽ കുറ്റല്ല, ആ വാക്കർത്ഥമല്ല. പക്ഷെ തഹരീം, അതിന് വന്ന തെളിവുകൾ പരിശോധിച്ചു നോക്കിയാൽ ഇത് കറാഹത്തല്ല, ഹറാമ് തന്നെ ആവേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അപ്പൊ അത്ര ഗൗരവത്തിലുള്ളൊരു വിഷയമാണത്. പച്ചയിൽ പറഞ്ഞാൽ അത് കുറ്റകരം തന്നെയാണ്. താടി എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരല്പം ഇവിടെ മാത്രം വെച്ചു, അല്ലെങ്കിൽ ഇവിടെ മാത്രം വെച്ചു, പക്ഷെ താടി എന്ന് പറയാവുന്ന സംഗതി, അത് ഏറ്റവും സുന്നത്ത് അൽ-ഇഅഫാ, വളരെ കൂടുതലായിട്ട് താഴേക്ക് നീട്ടി വളർത്തലാണ്. അത്രയൊന്നും കഴിയൂല. പക്ഷെ താടി എന്ന് പറയാവുന്ന സംഗതിക്കുണ്ടോ? അതെങ്കിലും വെച്ചിരിക്കാം. എന്താണ് സുഖം എന്ന് വെച്ചാൽ ഉറങ്ങുമ്പോഴും കൂലിയാ. എന്തേ? താടിണ്ട്. ബാത്റൂം പോയാൽ ദിക്റെല്ലാം പറ്റൂല, പക്ഷെ താടിണ്ട്, അതിനൊക്കെ ഓരോ സെക്കൻഡും കൂലിയല്ലേ? ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാണ്, ഒരു പണിയും ചെയ്തിട്ടില്ല, എന്നാലും കൂലിയാ. യാത്ര ചെയ്യാണ്, അങ്ങനെ കൂലി എഴുതാണ്. ഇത് നമ്മുടെ ദേഹത്ത് തന്നെ ഉണ്ടായിട്ട് എന്തിനാ നമ്മൾ ഒഴിവാക്കുന്നത്? ഇനി ഞാൻ പറയണില്ല, ഇനി അപ്പുറത്ത് ചില ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അല്ലേ? അപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓടിപ്പോലിട്ടോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതാണ് സംഗതി. ഇൻഷാ അല്ലാഹ് നമ്മളത് വളർത്താൻ നോക്കി. ചെറുതായിട്ടെങ്കിലും നമുക്കൊരു താടി എന്ന് പറയാവുന്ന ഒരു സുന്നത്ത് എപ്പോഴും കിട്ടില്ല. നടന്നാലും ഇരുന്നാലും കിടന്നാലും ഉറങ്ങിയാലൊക്കെ നമ്മളിതിനെ നഷ്ടപ്പെടുത്തുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ മനസ്സറിഞ്ഞ ആമീൻ പറഞ്ഞോ? അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. കുറച്ച് താടികളൊക്കെ അടുത്ത ആഴ്ച കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ദുആ നടത്തണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.